ഹായ് ഗൈസ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാവരിലുള്ള ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് എനിക്കിതിന് കഴിയുന്നില്ല. വൈ കാൺട്ട് ഐ സ്പീക്ക് ഇംഗ്ലീഷ്? എന്തുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല? ഈ ചോദ്യത്തിന് പലർക്കും പല ഉത്തരങ്ങളുണ്ടാവും. എന്നാലും എല്ലാവരിലുമുള്ള ഒരു പ്രധാന ഉത്തരമാണ് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ളതാണ്, അതെനിക്ക് കഴിയില്ല, പണ്ട് മുതലേ എനിക്ക് ഇംഗ്ലീഷ് ഇങ്ങനെ തന്നെയാണ്, പണ്ടും ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. ഇക്കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു സ്റ്റുഡന്റ് പറഞ്ഞു, 15 വർഷമായി ഞാൻ ഈ ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നു. 6 സ്ഥാപനങ്ങളിൽ, അതും കേരളത്തിൽ വളരെ അറിയപ്പെട്ട 6 സ്ഥാപനങ്ങളിൽ ഞാൻ പണം കൊടുത്ത് പഠിക്കാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും, ചിലത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല, അതല്ലെങ്കിൽ ചിലതിന്റെ സിസ്റ്റം എനിക്ക് ഇഷ്ടമായില്ല, പലതും എനിക്ക് പഠിയില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ നിർത്തി. ഇങ്ങനെ തുടങ്ങി 15 വർഷമായിട്ട് ശ്രമിച്ചിട്ടും നടക്കാതെ ഇപ്പോഴും അയാൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലിരിക്കുക. ഇത് പലരുടെയും അനുഭവമാണ്. നമ്മൾ ഫീൽ ചെയ്യാണ്, എനിക്കിതിന് കഴിയുന്നില്ലല്ലോ. വൈ കാൺട്ട് ഐ സ്പീക്ക് ഇംഗ്ലീഷ്? എന്തുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല? ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മലയാളമല്ലാതെ മറ്റേത് ഭാഷ സംസാരിക്കാൻ അറിയാം? മലയാളം അറിയാം, മറ്റേത് ഭാഷ നിങ്ങൾക്ക് ഇതുപോലെ അറിയാം? പലർക്കും ഹിന്ദി അറിയാം, അല്ലെങ്കിൽ ഉറുദു അറിയാം. പല ആളുകൾക്കും തമിഴോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലുള്ള ഭാഷകൾ അറിയാവുന്നവരാണ്. ഹിന്ദി അറിയാവുന്നവർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെ ഹിന്ദി പഠിച്ചത്? ഹിന്ദിയുടെ ടീച്ചർ എടുത്ത ഗ്രാമറിന്റെ പവർ കൊണ്ടാണോ ഹിന്ദി സംസാരിക്കുന്നത്? ഒരിക്കലുമല്ല. അതല്ലെങ്കിൽ തമിഴോ മറ്റു ഭാഷകളോ സംസാരിക്കുന്നവർ ഒരിക്കലും അവർ പഠിച്ച പുസ്തകത്തിന്റെ പവർ കൊണ്ടല്ല ആ ഭാഷ സംസാരിക്കുന്നത്. പിന്നെയോ? ഉത്തരം വളരെ സിമ്പിളാണ്. അവർക്ക് ആ ഭാഷ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, അവർ ആ അവസരത്തെ ഉപയോഗിച്ചിരുന്നു, അവർ ഗ്രാജുവലി ആ ഭാഷയിൽ വളർന്നു വന്നു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹിന്ദി 10 വർഷം 10ാം ക്ലാസ് വരെ ഹിന്ദി ടീച്ചറുടെ തല്ലും കൊണ്ട് പഠിച്ചിട്ടും പഠിയാത്തവർക്ക് 2 മാസം 3 മാസം സമയത്തേക്ക് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവർ ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്നു. അപ്പോഴും അവർ പറയും, എന്റെ എഴുത്തും വായനയൊക്കെ വളരെ മോശമാണ് കേട്ടോ, പക്ഷെ എനിക്ക് സംസാരിക്കാൻ കഴിയും. ഐ ക്യാൻ സ്പീക്ക് ഹിന്ദി വെരി വെൽ. നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ കഴിയും. എന്താ കാരണം? അവസരമുണ്ടായിരുന്നു. ആ അവസരത്തിൽ അവരറിയാതെ പഠിച്ചുപോയി. ഒരിക്കലും അവർ ഹിന്ദിയുടെ ക്ലാസ്സിന് ഇരുന്നിട്ടില്ല, സ്പോക്കൺ ഹിന്ദി ക്ലാസ്സുകൾക്ക് പോയിട്ടില്ല, പക്ഷെ അവർക്ക് ഹിന്ദി അറിയാം. കാരണം അവർ ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. വളരെ റിലാക്സ്ഡ് ആയിട്ട് അവർ ഹിന്ദി പഠിച്ചു എന്നതാണ് സത്യം. വളരെ റിലാക്സ്ഡ് ആയിട്ട് ഹിന്ദി പഠിച്ചു. എന്നാൽ ഇംഗ്ലീഷിന്റെ ക്ലാസ്സോ? നമ്മൾ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിന് പോകുമ്പോഴേ ഒരു ബലംപിടുത്താണ് അല്ലേ? എന്തൊക്കെയോ കുറെ പഠിക്കാനുണ്ട്, ഞാൻ വലിയൊരു കാര്യം നേടാൻ വേണ്ടി പോവുകയാണെന്നുള്ള ആ ഒരു ധാരണയിലാണ് പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ഒരു ബലംപിടുത്താണ്. പല കാര്യങ്ങളും പറയുമ്പോഴൊക്കെ ചിന്തിക്കുകയാണ്, ഇത് ഞാൻ പറഞ്ഞാൽ അല്ലെ, ഒരു ആകെ ഗൗരവമുള്ള ഒരു സീനാണ് നമ്മൾ പൊതുവെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ. എന്നാൽ നമ്മൾ ഹിന്ദി എങ്ങനെയാ പഠിച്ചത്? ഇപ്പൊ ഗൾഫിൽ പോയവർ ഹിന്ദി എങ്ങനെയാ പഠിച്ചത്? വളരെ റിലാക്സ്ഡ് ആയിട്ടാണ്. എത്ര സമയം അതിനു വേണ്ടി ചെലവഴിച്ചു? വളരെ തുച്ഛം സമയം. അതല്ലെങ്കിൽ പലപ്പോഴും ആ സമയം ചെലവഴിച്ചത് പോലും നമ്മൾ അത് അറിയാതെ പോയിട്ടുണ്ട്. അറിയാതെ അങ്ങനെ സമയം പോയതാണ്. പക്ഷേ നന്നായി ഹിന്ദി സംസാരിക്കാൻ കഴിയുന്നു. ഇവിടെയോ നമുക്ക് കഴിയുന്നില്ല. എന്താ ഇവിടെ വ്യത്യാസം? ഒന്ന് പ്രാക്ടിക്കൽ ലേണിംഗ് ആയിരുന്നു. പ്രാക്ടിക്കൽ ലേണിംഗ് ഓഫ് ഹിന്ദി. ഹിന്ദി പ്രാക്ടിക്കലി നമ്മൾ അങ്ങോട്ട് പഠിച്ചു. എങ്ങനെ പഠിച്ചു? ലേണിംഗ് ബൈ ഡൂയിങ്, ചെയ്ത് പഠിച്ചു. ലേണിംഗ് ബൈ ഡൂയിങ്, ചെയ്ത് പഠിച്ചു. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നമ്മൾ പറയും. വി ആർ ഇന്റർനാഷണൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കമ്മ്യൂണിറ്റി. ഞങ്ങളുടെ ടൈറ്റിൽ തന്നെ ഇന്റർനാഷണൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കമ്മ്യൂണിറ്റി എന്നാണ്. പറഞ്ഞാൽ അനുഭവത്തിലൂടെ പഠിക്കുക, അനുഭവിച്ച് പഠിക്കുക. ലേണിംഗ് ബൈ ഡൂയിങ്, ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചപ്പോൾ ഹിന്ദി വളരെ നന്നായിട്ട് പഠിഞ്ഞു. എന്നാൽ നമുക്കിവിടെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ പോയി ഇരുന്നിട്ട് ഇംഗ്ലീഷോട്ട് പഠിയുന്നില്ലതാണ്. 10-15 വർഷം ടീച്ചേഴ്സിന് മുമ്പിൽ ഇരുന്നിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. പ്രോബ്ലം ഈസ് പ്രാക്ടിക്കൽ ഓർ നോട്ട് എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും ഇപ്പോ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് വരുന്നവരും സാധാരണ എന്താ ചോദിക്കാറുള്ളതെന്ന് അറിയോ? പുതിയതെവിടെ? ഹാവ് ബീൻ എവിടെ? ഹാസ് ബീൻ എവിടെ? കുഡ് ഹാവും ഷുഡ് ഹാവും ഒക്കെ എവിടെ? ഹാവ്, ഹാസ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ കാര്യങ്ങൾ പറയാം? ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയ്യണമായിരുന്നു എന്നൊക്കെ എങ്ങനെ പറയാം? ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചാണ് അവർക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ചോദിക്കാറുണ്ട് പലപ്പോഴും, ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ അവന് സുഖാണോ എന്ന് എങ്ങനെയാ ചോദിക്കുക? അല്ലെങ്കിൽ നിന്റെ മദറിന് സുഖാണോ, നിന്റെ ഫാദർ എങ്ങനെ ഉണ്ട് എന്നൊക്കെ എങ്ങനെ ചോദിക്കും? അറിയില്ലേ? ഈ ആളാണ് പലപ്പോഴും ചിന്തിക്കുന്നത് എന്ത്? ഹാവ് ബീനും ഹാസ് ബീനും ഒക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന്. എന്താ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം ഈ പഠനത്തിൽ? ഹാവ് ബീനും ഹാസ് ബീനും ഗ്രാമറും പഠിക്കലാണോ?
അങ്ങനെ പടിഞ്ഞ് ഒരു ഇംഗ്ലീഷ് സംസാരിക്കാമെന്നുള്ള ധൈര്യം ഇപ്പോഴും ഉണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യമേ ചാടി കയറിയിട്ട് ഈ ഹാവ് ബീനും ഹാസ് ബീൻ പോലെയുള്ള ഗ്രാമറുകളും മറ്റുമല്ല പഠിക്കേണ്ടത്. പകരം അറിയാവുന്ന ഇംഗ്ലീഷിന് എന്ത് ചെയ്തു? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ, ദ $1 million ക്വസ്റ്റ്യൻ. അറിയാവുന്ന ഇംഗ്ലീഷിന് എന്ത് പറ്റി? ധാരാളം കാര്യങ്ങൾ അറിയാമല്ലോ. ചുറ്റുവട്ടത്തുള്ള വസ്തുക്കളുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്തു നോക്കിയേ, ഒന്ന് എടുത്തു നോക്കിയേ, സംസാരിച്ചു നോക്കിയേ, പറഞ്ഞു നോക്കിയേ. വസ്തുക്കളുടെ നിങ്ങളുടെ ചുറ്റുവട്ടം ഒന്ന് കണ്ണോടിച്ചു നോക്കിയേ. അവിടെ കാണുന്ന എല്ലാ വസ്തുക്കളുടെയും പേരുകളൊന്ന് പറഞ്ഞു നോക്കിയേ. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കഴിയും. പലപ്പോഴും മലയാളത്തിൽ പല വാക്കുകളും നമുക്ക് കഴിയില്ല. അൺഫോർച്ചുനേറ്റ്ലി മലയാളത്തിൽ പല വാക്കുകളും കഴിയില്ല, പക്ഷെ ഇംഗ്ലീഷിൽ കഴിയും. അതുപോലെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ചെറിയ ചെറിയ വെർബുകൾ, ഇപ്പൊ കം, ഗോ, സിറ്റ്, ഡു, ഓപ്പൺ, ക്ലോസ്, a lot of words, വെർബുകൾ നമ്മളെ കൊണ്ട് കഴിയില്ലേ? കഴിയും. ഇതൊക്കെ നമുക്ക് സാധിക്കും. ഇതിനെ വെച്ചൊരു സെന്റൻസ് ആക്കാൻ, ചെറിയ ചെറിയ സെന്റൻസുകളൊക്കെ ആക്കാൻ, ഞാനിപ്പോ ചെറിയ ചെറിയ സെന്റൻസുകൾ കുറച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവൂലേ? അതൊക്കെ പറയാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യൂലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ്, ദാറ്റ് ഈസ് എന്നുള്ള പ്രയോഗങ്ങൾ, ഇത് അതാണ് അല്ലെ? ദിസ് ഈസ് എ പെൻ, ദിസ് ഈസ് എ ബുക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം. അതേപോലെ അതാണെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ്, അതല്ലെങ്കിൽ ഐ ആം, ഞാനാണ്. ലോട്ട് ഓഫ് തിങ്സ് യു ക്യാൻ സേ. ആരെ കുറിച്ചും അങ്ങനെയാണ് എന്ന് പറയാൻ ആം, ഈസ്, ആർ എന്നുള്ളത് പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണെന്നും ആരെന്ത് ചെയ്യാണെന്ന് പറയണമെങ്കിൽ ഇപ്പൊ ഐ എം ഗോയിങ്, ഐ എം സ്പീക്കിംഗ്, ഐ എം ഡൂയിങ്, ഐ എം വർക്കിംഗ്, ഐ എം റണ്ണിങ്, ഐ എം പ്ലേയിങ്. ഐ എം പ്ലേയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കുകയാണെന്ന് അർത്ഥം. അവൻ കളിക്കാൻ, ഹീസ് പ്ലേയിങ്, അവൾ കളിക്കാൻ, ഷീസ് പ്ലേയിങ്. എന്തും അങ്ങനെ പറയാൻ നമ്മൾക്ക് പരിചിതമാണ്, വളരെ പരിചിതമായിട്ടുള്ള കാര്യമാണ്. ഒരാളോട് അങ്ങനെ പറയേണ്ടി വന്നാൽ നമ്മളെ കൊണ്ട് ആക്ച്വലി കഴിയേണ്ടതാണ്. ബിക്കോസ് വി നോ ദാറ്റ്, നമുക്കതറിയാം. പക്ഷേ എന്റെ ചോദ്യം, ഈ അറിയാവുന്ന ഇത്രയും കാര്യങ്ങൾ എന്നെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ ആരോടെങ്കിലും അങ്ങനെ ഒന്ന് പ്രയോഗിച്ച് നോക്കാൻ, സംസാരിച്ച് നോക്കാൻ തയ്യാറായിട്ടുണ്ടോ? എത്ര പേര് തയ്യാറായിട്ടുണ്ട്? സ്കൂളിലെ ടീച്ചേഴ്സ്, ഡു യു ട്രൈ ടു സ്പീക്ക് ഇംഗ്ലീഷ് ടു യുവർ സ്റ്റുഡൻസ്? അറിയാവുന്ന ഇംഗ്ലീഷ് എത്രത്തോളം നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്? പലപ്പോഴും നമ്മളുടെ സബ്ജക്ട് ടീച്ചിങ്ങിന്റെ തിരക്കുകൾക്കിടയിൽ മറന്നു പോവുകയാണ്. അതല്ലെങ്കിൽ മറ്റു ഫ്രണ്ട്സിനോട് നമ്മൾ എത്രത്തോളം ഇംഗ്ലീഷ്, രണ്ടു പേർക്കും ആവശ്യമുള്ളതാണ് ഇംഗ്ലീഷ്. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിനും ആവശ്യമാണ്, നിങ്ങൾക്കും ആവശ്യമാണ്. എപ്പോഴെങ്കിലും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നോക്കാൻ ഹാവ് യു ട്രൈഡ്? ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പലപ്പോഴും പലരും പറയാ അവസരങ്ങളില്ല, നമ്പർ 1. അതേപോലെ ഷൈനസ്, നാണം അല്ലേ? അതല്ലെങ്കിൽ കളിയാക്കുമോ എന്നുള്ള പേടി. ഇത്തരം കാര്യങ്ങൾക്കുള്ള മരുന്ന് കണ്ടെത്തുന്നതിന് പകരം ഒരു ഗ്രാമർ പഠനം കൊണ്ട് എന്ത് ഗുണമാണ് നമുക്ക്? അപ്പോഴും ഈ ഷൈനസ് അവിടെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ മടി, ഇംഗ്ലീഷ് പറയാനുള്ള ഒരു മടി, മറ്റുള്ളവർ കളിയാക്കുമോ എന്നുള്ള ഒരു തോന്നൽ, ഇതെല്ലാം അവിടെ ഉണ്ടല്ലോ. അതിന് പരിഹാരം കാണേണ്ടതിന് പകരം വീണ്ടും ഗ്രാമർ പഠനം, പുതിയതറിയാനുള്ള ആ ഒരു ത്വര, ദാറ്റ്സ് ആക്ച്വലി മിസ്ലീഡിംഗ് ആണ്. നമ്മൾ മിസ്ഗൈഡഡ് ആണ്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് പഠിച്ചാൽ എല്ലാം ആയി എന്നൊരു തോന്നലിൽ ഇപ്പോഴും ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കാണേണ്ട പരിഹാരം നമ്മൾ ഈ അറിയാവുന്ന ഇംഗ്ലീഷിനെ ഉപയോഗിക്കാനുള്ള വഴി തേടുക എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ അപ്പം ഈ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ അണ്ടറിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പം ഏതാണ്ട് ഒരു 150-ലധികം ആളുകൾ അതിലിപ്പം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പുകളിലൊക്കെ സജീവമായിട്ട് ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാവുന്നവരും തീരെ അറിയാത്തവരും ഒന്നും അറിയാത്തവരും എല്ലാം they are all practicing English. We invite you for that. You can freely join in the WhatsApp group. You can improve your language there. അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ നല്ലൊരു സുഹൃത്തിനെ നിങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടി സെലക്ട് ചെയ്യുക. ആൻഡ് കീപ് ടോക്കിംഗ്, സംസാരിച്ചുകൊണ്ടേയിരിക്കുക. അറിയാവുന്നതെല്ലാം പറയാം, അയാളും അറിയാവുന്നതെല്ലാം പറയട്ടെ. ഇത് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇനിയും പുതിയ ഇൻഫർമേഷൻ, പുതിയ അറിവ് നേടണം എന്നുള്ള ആ ഒരു ത്വര മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരിക്കലും നമ്മൾ ആ ഗൾഫിൽ പോയവർ ഹിന്ദി പറഞ്ഞതുപോലെ, അതല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ കിട്ടിയവര് ആ ഭാഷ സംസാരിച്ചതുപോലെ, അതല്ലെങ്കിൽ മലയാളമല്ലാത്ത മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ഏതൊരാളും അയാൾ ആ ഭാഷ സംസാരിക്കുന്നത് പോലെ നമ്മളെ കൊണ്ട് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് എ പാർട്ട്ണർ, എ പേഴ്സൺ ടു പ്രാക്ടീസ്, എ കമ്പനി ഫോർ പ്രാക്ടീസിങ്, എ പ്ലാറ്റ്ഫോം ഫോർ പ്രാക്ടീസിങ്. പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം, സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, സഹായത്തിന് ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവുന്ന ഒരു അവസ്ഥ, എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ചോദിക്കാവുന്ന ഒരു അവസ്ഥ, അതിനുള്ള സാഹചര്യത്തെ നമ്മൾ കണ്ടെത്തുക. സോ
ദിസ് ഈസ് ദ ടോപ്പിക് ഫോർ ടുഡേ. എന്തുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിന്റെ ദ ബെസ്റ്റ് ആൻസർ ഈസ് ഐ ഡോണ്ട് പ്രാക്ടീസ് എന്നുള്ളതാണ്. ഐ ഡോണ്ട് പ്രാക്ടീസ്. അതിന് കാരണം എനിക്ക് സുഹൃത്തുക്കളില്ല, എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പില്ല, എനിക്ക് മടിയാണ്, അല്ലെങ്കിൽ എനിക്ക് ആളുകൾ എന്നെ കളിയാക്കുമോ എന്നുള്ള പേടിയാണ്, തുടങ്ങിയ കാരണങ്ങളാവാം. Find the solution for that. Platform, you can utilize our platform or you can utilize any platform, anywhere. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു സാധ്യതയുള്ള ചാൻസ് എവിടെ കണ്ടാലും യൂസ് ഇറ്റ്, ഗ്രാബ് ഇറ്റ്, എടുക്കുക, ഉപയോഗിക്കുക. ദാറ്റ്സ് ഇറ്റ്. സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ടു സ്പീക്ക് സിമ്പിൾ ആൻഡ് കറക്റ്റ് ഇംഗ്ലീഷ്. സിമ്പിൾ ആൻഡ് കറക്റ്റ് ഇംഗ്ലീഷ് എന്നുള്ളതാണ്. വലിയ ഇംഗ്ലീഷ് സംസാരിക്കുക, അത് തെറ്റിച്ച് സംസാരിക്കുക എന്നുള്ളതല്ല. സിമ്പിൾ ആയിട്ടുള്ള, എനിക്കറിയാവുന്ന, ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ്, എന്നാൽ കറക്റ്റ് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സിമ്പിൾ ആവുമ്പോൾ കറക്റ്റ് ആക്കാൻ വളരെ എളുപ്പമാണ്. ഈ കോംപ്ലിക്കേറ്റഡ് ഇംഗ്ലീഷ് ആവുമ്പോഴാണ് കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത്, മനസ്സിലാകാതെ പോകുന്നത്, അതല്ലെങ്കിൽ നമുക്ക് അതിനോടൊരു വെറുപ്പ് തോന്നുന്നത്. ഇവിടെ സിമ്പിൾ ഇംഗ്ലീഷ് ആവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ സൊല്യൂഷൻ കണ്ടെത്താവുന്നതാണ്. ഞാൻ പറയാറുണ്ടല്ലോ, ഇന്നലെ പോകും എന്ന് പറയാതെ നാളെ പോകും എന്ന് തന്നെ പറയാൻ പഠിക്കുക. അപ്പൊ പോകും എന്നുള്ള വാക്ക് എങ്ങനെയാണ്? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യം. അതുപോലെ നാളെ പോയി എന്ന് പറയരുത്, നാളെ പോകും എന്ന് പറയണം. ഇന്നലെയാണ് പോയി എന്ന് പറയണം. അപ്പൊ പോയി എന്ന് പറയാനുള്ള വാക്ക് നമ്മൾ പഠിച്ചിരിക്കണം, അറിയണം. ഇപ്പൊ ഗോ എന്നുള്ളത് പോകുമെന്നും പോയി എന്നും തിരിച്ചു പറയാൻ നമ്മൾ അറിയണം എന്നർത്ഥം. ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കി സിമ്പിൾ ആൻഡ് കറക്റ്റ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക. I wish you all the best once again. Thank you very much. Have a good time.